ഇസ്ലാമിക മൂല്യങ്ങളിൽ ഉടനീളം കാണുന്ന സന്ദേശമാണ് മനുഷ്യർക്കൊപ്പം എന്ന ആഹ്വാനമെന്ന് പ്രമേയ പ്രഭാഷണം നടത്തിയ സിറാജ് അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ മുസ്തഫ പി അറയ്ക്കൽ. മനുഷ്യർ മനുഷ്യനോട് പലതിൻ്റെ പേരിലും കടുത്ത വിവേചനം നടത്തിയിരുന്ന കാലത്ത് ചേർന്നു നിൽക്കുന്ന മനുഷ്യരെ കണ്ടാണ് ഇസ്ലാമിലേക്ക് മനുഷ്യർ കടന്നു വന്നതെന്നും ചേർന്നു നിൽപ്പിന്റെ സന്ദേശം ഏറ്റവും പ്രസക്തമാകുന്ന കാലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം വരെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? വഴി നടക്കാൻ സാധിക്കാത്തവർ, മാറുമറയ്ക്കാൻ സാധിക്കാത്തവർ, അങ്ങകലെയുള്ള വിഗ്രഹം ഇവിടെ നിന്ന് തൊഴാൻ വിധിക്കപ്പെട്ടവർ, ജാതിയിൽ താഴ്ന്നവരെന്ന് മുദ്ര കുത്തപ്പെട്ട മനുഷ്യന്റെ കുഞ്ഞിന് പഠിക്കാൻ കഴിയാത്ത കാലത്ത് അയ്യങ്കാളി ഒരു കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കി. ജാതിയിൽ താഴ്ന്നവനെന്ന് മുദ്ര കുത്തപ്പെട്ട മനുഷ്യരിൽപ്പെട്ട ഒരു കുഞ്ഞിനെ കൊണ്ടാക്കി, പഞ്ചമി എന്ന കുഞ്ഞിനെ കൊണ്ടാക്കി. അതിന്റെ പിറ്റേ ദിവസം തന്നെ ആ സ്കൂൾ കത്തിച്ചു കളഞ്ഞു. കേരളത്തിൽ ആദ്യത്തെ തൊഴിലാളി സമരം നടന്നിട്ടുള്ളത് കൂലി വർധനവിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് പഠിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഉപ്പ് തരിൻ എന്ന് ഒരു ഷോപ്പിൽ ചെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ അടിച്ചു കൊന്നിട്ടുണ്ട്. അയാൾ ജാതിയിൽ താഴ്ന്നവനായി മുദ്ര കുത്തപ്പെട്ടവനാണ് എന്ന കാരണത്താൽ പുളിക്കുന്നത് തരിൻ എന്നേ പറയാൻ പറ്റുമായിരുന്നുള്ളൂ. മനുഷ്യർക്ക് ഭാഷ നിഷേധിച്ചു, മനുഷ്യർക്ക് വഴി നിഷേധിച്ചു, മനുഷ്യർക്ക് വസ്ത്രം നിഷേധിച്ചു, മനുഷ്യർക്ക് അഭിമാനം നിഷേധിച്ചു. അക്കാലത്ത് ഇവിടേക്ക് കടന്നു വന്ന ഇസ്ലാമിക പാരമ്പര്യം, മഖ്ദൂമിയൻ പാരമ്പര്യത്തിനകത്ത് ഇവിടേക്ക് വന്ന മുത്തുനബിയുടെ സന്ദേശവുമായി ഇവിടേക്ക് വന്നവർ ഒരുമിച്ച് നിസ്കരിക്കുന്നത് കാണുന്നു, തൊട്ട് നിൽക്കുന്നത് കാണുന്നു. ഇന്ന് നമുക്ക് തൊട്ട് നിൽക്കുന്നത് എന്നൊരു വിപ്ലവമല്ല. അന്ന് പക്ഷേ മനുഷ്യരെ അകലം നിശ്ചയിച്ച് മാറ്റി നിർത്തിയിരുന്നൊരു കാലത്ത് അങ്ങനെ തൊട്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ്, മനുഷ്യരാകാൻ വേണ്ടിയാണ് ആ സമൂഹം ഈ സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം ഒരിക്കലും മതപരിവർത്തനത്തിലൂടെ ഉണ്ടായിട്ടുള്ളതല്ല, മതസ്വീകരണത്തിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. Waytonikah.com, the exclusive Muslim matrimonial site.